ഹലോ, വെൽക്കം ടു മൈ ചാനൽ ജസ്റ്റ് ബീയിങ് ഹ്യൂമൻ. ഇന്നൊരു തെന്മല ട്രിപ്പാണ്. കാറ് പാർക്ക് ചെയ്തതും ഇതായിരുന്നു അവസ്ഥ. ഒരു വിധത്തിൽ പോവില്ല എന്നും പറഞ്ഞ് ഒരേ ഇരിപ്പായിരുന്നു. മറ്റൊരു കാറ് വന്നപ്പോൾ അതിൻ്റെ പുറകെയായി. അങ്ങനെ രക്ഷപ്പെട്ടു. പല സോൺസ് ഉണ്ട് കേട്ടോ തെന്മലയിൽ. പക്ഷെ ഞാൻ ലെഷർ സോണിൽ മാത്രമേ ഇന്ന് പോകുന്നുള്ളൂ. പെർ ഹെഡ് 70 ആണ് ടിക്കറ്റ് ഫീ. എന്തോ ജുറാസിക് വേൾഡിനെ പോലെ ഒരു പ്രതീതിയായിരുന്നു. നിറയെ ഡൈനോസേഴ്സ് ആയിരുന്നു രണ്ട് സൈഡിലും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈനോസേഴ്സ് ആയിരുന്നു കുറച്ച് ഭാഗത്ത്. അങ്ങനെ ഡൈനോസേഴ്സ് എല്ലാം തന്നെ കഴിഞ്ഞു വരുമ്പോഴേക്കും പിന്നെ കുറേ പ്രതിമകളാണ്. ഹ്യൂമൻ ആൻഡ് നേച്ചർ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പ്രതിമകളാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുക. അത്യാവശ്യം നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ തെന്മലയിൽ. അപ്പോൾ വരുന്നവർ വാട്ടർ ബോട്ടിൽ എന്തായാലും കരുതേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ഗ്രീനറി നല്ല സൂപ്പറായിരുന്നു, കണ്ണിനും അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പം സീസൺ അല്ലാത്തതുകൊണ്ടാവാം. നടന്ന് തെന്മല ഡാമിൻ്റെ മുൻഭാഗത്തെത്തി. എന്ത് രസമല്ലേ കാണാൻ. ഇനി നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകാം. നമ്മൾ ബ്രിഡ്ജിലെത്തി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ ഓക്കെ ആയി. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ദേ ഇരിക്കുന്നു 2 പേര്. ഹലോ, ടാറ്റാ. ഇത് തെന്മലയിലെ മറ്റൊരു നല്ല വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സ്പോട്ടാണ് തെന്മല.